വൈകിട്ട് 7:30 മണിയായിട്ടാണ്. ഇന്നിപ്പോൾ -8 തണുപ്പ്. അപ്പം നമ്മൾ രാത്രി ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ പോകാം. അവിടുത്തെ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് കഴിക്കണമൊന്നുമില്ല, ഡിന്നറല്ലേ, ലൈറ്റായിട്ട് എന്തെങ്കിലും. സൺഡേ ആയതുകൊണ്ട് വൈകിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പോകാം. നല്ല തണുപ്പാണ്, ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയേക്കാണ്. അതിനകത്താണ് ഇതെന്തത് സ്നോ മെത്തക്കറി. എൻ്റെ മെത്തക്കറി അറിയണ്ട, പിന്നെ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ തണുത്തിട്ട് വയ്യ. നീ എന്താ ചെയ്യാൻ പോണ? പിള്ളേർക്ക് സ്നോയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ. ഇതുമാതിരി ഇങ്ങനെ ബോൾ പോലെയൊക്കെ ആക്കി എറിയുക, അതൊക്കെയാണ് പിള്ളേരുടെ ഒരു രസം. പിന്നെയും ഒരു തവണ കൂടി മഞ്ഞുമഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ, അത് കാരണം ഇതിങ്ങനെ ഒന്നും കൂടി കട്ടിയായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നല്ല തണുപ്പാണ്, ഇത് ഉരുകി പോകാനുള്ള വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കൂടി ഇങ്ങനെ കിടക്കണേണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, പക്ഷേ എങ്കിൽ നല്ല തണുപ്പാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ജാക്കറ്റൊന്നും ഇല്ലാതെ പുറത്തേക്ക് കിടക്കാനേ വയ്യ. -ലൊക്കെയാണ് ഇപ്പോൾ ഫുള്ള് തണുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്, അധികം ദൂരത്തേക്കൊന്നും പോകണില്ല. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ ഉള്ളിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്, അങ്ങനെ റോഡ് സൈഡിലായിട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേ ഇപ്പോൾ കുറേ ഉള്ളിലൂടെയൊക്കെ അങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വലിയ തിരക്കുകളൊന്നും കാണില്ല കേട്ടോ, ഭയങ്കര ഒരു നിശബ്ദമായ ഒരു ഏരിയയാണ്. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേനും ഏകദേശം കടയൊക്കെ അടക്കണ ഒരു ടൈം ആയിട്ടുണ്ട്. ഒരു 8:30 ആകുമ്പോഴത്തേനും ആണ് അടക്കണത്. അങ്ങനെ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നമ്മളങ്ങനെ അകത്ത് കയറി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നേ, ഒരുപാട് സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ ഈ ടൈം ആയതുകൊണ്ടായിരിക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചില്ലി ഗോപിയാണ്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ബജി കേട്ടോ. പുതിനയില ചട്നിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ തണുപ്പത്ത് നല്ല ചൂടോടുകൂടി ഇങ്ങനെ ബജി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മലായി ടിക്കയായിരുന്നു, ചിക്കൻ്റെ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഫുള്ള് ക്യാബേജ് ആയിരുന്നെന്ന് മാത്രം, സവാള അടുത്തുകൂടി പോലും പോയിട്ടേ ഉണ്ടായിരുന്നില്ല. കുറേ ക്യാബേജും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ചായ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്, തണുത്തത് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മളത് കേരള പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റെഡിമെയ്ഡാണ് കേട്ടോ, അവരിതൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കണമെന്നല്ല, ഒക്കെ റെഡിമെയ്ഡ് ഫുഡുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ഹൈദരാബാദി പല ടൈപ്പ് വെറൈറ്റി ബിരിയാണികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. മട്ടൻ ബിരിയാണി ആണെങ്കിൽ ഇതിനൊരു സ്പെഷ്യൽ പേരൊക്കെ ഉണ്ട്, ഞാൻ ആ പേരങ്ങോട്ട് മറന്നുപോയി. പിന്നെ 2 മുട്ടയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ അതിങ്ങനെ അവരിങ്ങനെ ചെയ്തേക്കണത് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും കൊള്ളായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നിട്ട് ഇത് മട്ടൻ്റെ കാലായിരുന്നെന്ന്, കാല് പോഷനാണത്. അപ്പോൾ അതിങ്ങനെ പൊക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കാലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റി ബിരിയാണികളുണ്ട് കേട്ടോ, പല ടൈപ്പ്. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, വെറൈറ്റി ബിരിയാണികൾ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ തന്നെയായിരുന്നേ. സാധാരണ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ജീരകച്ചോവയൊക്കെ ആയിരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ്, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു കേരള ഒരു ടച്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഫുഡിന്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മൾ അങ്ങനെ ഇനിയിപ്പോൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോരോ ഐസുകളും അതൊക്കെ കണ്ടിങ്ങനെ തട്ടി ഇങ്ങനെ നോക്കിയാണ്ട് പോകണം. നല്ല രസമുണ്ട് ഇതിങ്ങനെ. ചിലതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കണ അറിയാം, നമ്മളിങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിട്ടൊന്നും പോണേ ഇല്ല. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് വേറെ കണ്ട കാഴ്ചയുണ്ട്, ഒരു കാറിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം വിറ്റ് വീണത് ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്, നൂല് പോലെ. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാനതിങ്ങനെ ഇരുട്ടത്ത് കിടപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഫുള്ളിങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട്
ചെറിയൊരു ഡിന്നർ വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നത്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.